റിനി ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ എല്ലാം മറക്കും. ഫ്ലോറിൽ നിന്ന് ഇറങ്ങി എന്നാ ടീം തന്നെ പറയാം, വ്യക്തമാക്കി. ജനലക്ഷങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനമാവണം. അവിടെ മോക്കം പറഞ്ഞിട്ടുണ്ടാ ഞാൻ പറയാം. എനിക്ക് അവൾക്കറിയും, ഞാൻ പറയൂല. അവള് നാഗവള്ളിയാണ്. പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാ സ്കിറ്റ് ചെയ്ത്. രണ്ടുപേരും കൂടെ ഇത് ഷൂട്ട് ചെയ്യുന്നതാണ്. അത് ക്യാമറയും ഡയറക്ടറെ കഴിച്ച് പോയാ. കാരണം ഇത് ആരെ കാണിക്കാനാണ് ഇതൊക്കെ. റിനിയുടെ വീട്ടുകാർക്കൊക്കെ അറിയാം കാര്യങ്ങള്. ഇവന്റെ ശല്യം റിനിയുടെ വീട്ടുകാർക്ക് അറിയാന്ന് പറഞ്ഞു കൊടുക്കടി. എന്തിനാ ഒളിച്ചു വെച്ചിട്ടാ? എടി ആ കല്യാണക്കാര്യം പറ. ഏത് കല്യാണം? എന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച. ബിരിയാണി കഴിച്ചു. അതന്നെ ടീം വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. ഇല്ല, പൊതുവേ കല്യാണത്തിന് പോവാറില്ല ഞാൻ. ഇവൻ പറയാ കല്യാണത്തിന് വരാൻ പറ്റില്ല, ഫസ്റ്റ് നൈറ്റിന് വേണമെങ്കിൽ വരാന്ന്. അപ്പൊ ഉദ്ദേശം അറിയാവാ, എൻഗേജ്മെന്റ് ഉദ്ദേശിച്ചത്. 12 ക്യാമറയിൽ പറഞ്ഞിട്ട് മോശമായി പോയി. ഇത് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ, ഞാൻ കോൾ എടുക്കാം. ഞാൻ നിനക്ക് ഒരു അമ്മ വേണ്ട, അനിയന്റെ സ്ഥാനത്ത് നിന്ന് ഞാനത് നടത്തി തരാം. നിനക്ക് പറയാനുള്ള ഇപ്പൊ പറ. അപ്പൂപ്പനായിട്ടാണ് ഞാൻ ഓക്കെ, ഞാൻ സമ്മതിക്കൂല. അപ്പൂപ്പനായിട്ടാണ് നീ ഓക്കെയോ? അതാ ശരി, ഞാൻ കല്യാണം ചെറുക്കൻ, നീ അപ്പൂപ്പൻ. ഞാൻ ഒരു അനിയത്തിന്റെ സ്ഥാനത്ത് നിന്ന്. എന്റെ ചേട്ടന് ഒരു മഞ്ഞക്കാടേ ഉള്ളൂ, ചുവന്ന കാർഡിനുള്ളത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടും. എന്താ ഉദ്ദേശിച്ചേ? ആദ്യം വ്യക്തമാക്ക്. എന്താ ഉദ്ദേശം പറഞ്ഞു? ഇവിടെ എന്താ ഫുട്ബോൾ മൈതാനിയോ? അല്ല, എനിക്കൊരു കാര്യം അറിയാണ്ട്. അല്ല, എനിക്ക് പ്രേമമുണ്ടോ ആരെങ്കിലും? അത് പറയല്ലേ എടേ, പറയരുത്. നമ്മൾ തമ്മിലുള്ള സംഭവം പറയല്ലേ. ഞാന് അല്ലാതെ വേറെ ആരായിട്ട് പ്രേമമുണ്ടോ? അത് നല്ല ചോദ്യ. ഉണ്ടോന്നോ സംശയമുണ്ടോ? ഇത് വേറെന്തോ ആണ്. നീ ചെവിക്കായ ഉണ്ടോ നോക്കിയതാണ്. ഒരു പ്രേമുണ്ട്. ആ കണ്ണില് ചോരയാ. റിനി അങ്ങനെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. റെഡ് കണ്ണട വെച്ചാക്കണോണ്ട് അറിയാൻ പറ്റുന്നില്ല. അത് ഒരു കാര്യം ക്ലിയർ ചെയ്യ്, ടീമിനോട് ഇഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞത് ഇത് സ്റ്റാർ മാജിക് ആണോ മാരേജ് മുറിയാണോ? സ്നേഹ ഇത് എന്താന്നറിയോ, നമുക്കൊരു മാട്രിമോണി ബ്രാൻഡിങ് വന്നിട്ടുണ്ടല്ലോ, ആ ബ്രാൻഡിനോടുള്ള നീതി പുലർത്തിക്കൊണ്ടിരിക്കുക. മറന്ന് ആവശ്യമില്ലാതെ പോലും പറഞ്ഞു കളയരുത്. ടീമിനോട് സഹോദര സ്നേഹമാണെന്നല്ലേ? അല്ല, അങ്ങനെ പറയരുത്. കാര്യം വെച്ചാല് പുറമെ ഇവൻ ഭയങ്കര പരുക്കനാണെങ്കിലുണ്ടോ, ഇവന്റെ ഉള്ള് ഇത്ര വൃത്തി കേട്ടോ. ചേച്ചി, എന്നാലും ഉള്ളിലെ ചെറിയൊരു ക്രഷ് ഉണ്ട്. പക്ഷേ നിനക്കില്ലാത്തതുണ്ട് നമുക്ക് ബ്രഷ്. അത് പറയാറായിട്ടില്ല. ക്രഷ്. പക്ഷെ നിങ്ങക്ക് വേറെ കാര്യം അറിയോ? ടീമിന്റെ കല്യാണം ഉറപ്പിച്ച്. ആരാ പയ്യൻ? ഇനി ഞാൻ ഉറപ്പിക്കണില്ല. നിനക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ റിനിക്ക് എന്നോട് ഇഷ്ടം, റിനി മോൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കെട്ടാൻ തയ്യാറാണ്. നിന്റെ എന്തായാലും നടക്കില്ല. ആ താലി വേണ്ടേ കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിനിക്ക് ഫ്ലോറിൽ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ടീമല്ലേ? അല്ല. ടീമല്ലേ? അല്ല. ഇപ്പൊ ഈ ഫ്ലോറിൽ ആ വ്യക്തി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ അത് ക്രഷ് ആണോ അതോ സീരിയസ് റിലേഷൻ ആണോ? ചെറിയ സീരിയസ്. ഷാജോൻ ചേട്ടൻ എങ്ങനെ ടീമിന്റെ മുഖമൊക്കെ ആകെ മാറി. ഞാൻ പിടിച്ചിട്ട് വരട്ടെ. ഇവിടെ നിന്ന് വന്നിട്ടുണ്ടോ? ഓക്കെ. എത്ര നാളായി ഏകദേശം ആ ഒരു ക്രഷ്? ചിലപ്പോ പുള്ളിക്കറിയോ? പിന്നെ ആഹാ, ശരി. എനിക്കങ്ങ് അറിയാൻ പാടില്ല. എന്നാ ശരി, ആരാന്ന് കാണിക്കൂ.
ഇത് എറിഞ്ഞെടുത്തല്ല ഇത് കൊണ്ടത്, ചത്തടുത്തല്ല വിളി കേട്ടത്. അയ്യോ, അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇത്. അല്ലല്ല അറിയാം പറഞ്ഞേ. കൺഗ്രാചുലേഷൻസ്. എടി ഇതെന്റെ പ്രോപ്പർട്ടിയാ. അല്ലേ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എടുക്കുകയാണ് കേട്ടാ. കല്യാണത്തിന് ബിരിയാണി 3 കൂട്ടം പായസം. അവള് പിണങ്ങിയിരിക്കുന്നത്. ഹലോ, നിങ്ങൾ ആ ബാസ്റ്റിനെ ഒന്ന് മൈൻഡ് ചെയ്യട്ടോ പ്ലീസ്. അവന്റെ ചെവിയിൽ പ്ലാസ്റ്റർ അടിച്ചാണ്ട് ചോര ഇതിൽ പറഞ്ഞു എത്ര നാളായി? 6 വർഷം കൊണ്ട് മനസ്സിലാക്കുന്നില്ല, ഒറ്റ നിമിഷം കൊണ്ട് ആ കൊച്ചു പറഞ്ഞത്. ഞങ്ങൾ പറയട്ടെ, അതായത് റിനിയുടെ മനസ്സിൽ ഇത് ഒരുപാട് നാളായിട്ടുണ്ട്. പ്രത്യേകിച്ച് വേട്ടമ്പിള്ളിയൊക്കെ കാണുമ്പോഴൊക്കെ ഉണ്ട്, അപ്പത്തൊട്ടുണ്ട്. പക്ഷെ എങ്ങനെ പുറത്തു പറയും? അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. ടീമ പോട്ടെ, ടീമ സാരില്ല. ഈ ചാളയുടെ മുട്ടയിൽ നിനക്ക് കൂടെ ഞാൻ കെട്ടണമെങ്കിലും നിനക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ കെട്ടുന്നത് കേട്ടാ. അല്ല, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളെ പ്രേമിച്ചാലും കുഴപ്പമില്ല. ഇത് ഈ പ്രായമുള്ള ആളെ തന്നെ. അങ്ങനെ പ്രേമത്തിന് പ്രായം പ്രായവും അതെ, അതെ, അതെ. പ്രേമം അമീബ പോലെയാ. ഈ വാശിക്ക് ടീം പറഞ്ഞു. അനു എന്താ തങ്കച്ചനെ കെട്ടാത്ത? അവക്ക് കണ്ണു മൂക്കുണ്ട്. ടീം ഒരു കാര്യം പറയൂ, ഈ വാശിക്ക് 2024 ടീം കല്യാണം കഴിക്കുന്നു പറയൂ. നീ വാശിക്ക് പിൻവാടി മേലെ കെട്ട്. പിന്നെ എന്തിനാ നീ കോമ്പയും കാമ്പയും എന്നൊക്കെ പറഞ്ഞു വന്ന? മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്ന് പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ. എന്ത് വന്നാലും കരയരുത്, എന്ത് വന്നാലും കരയരുത്. ഉപ്പ് താടിയിൽ വന്നാ കളറിളകും. ഞാൻ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഉപ്പ് രസം വന്ന ആ വസം മാത്രം ജയിൽ. നമ്മളെ വിഷമമുള്ള മനസ്സ് ചോദിക്കണം. ശരിക്കും നല്ല ഇഷ്ടമായിരുന്നോ? ഒരാൾക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ടീമെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻ എന്താ ഒന്ന് പറഞ്ഞ ഭാരം ഇറക്കി. നിങ്ങൾക്കിത് തമാശ, അവന്റെ പെരുമ്പറ കൊട്ടുന്നുണ്ട് അവനോട്. അല്ല, അവന് വേണ്ടി ഞാൻ മാറാൻ തയ്യാറാണ്. 2-3 കൊല്ലമായിട്ട് എല്ലാവരും ഇങ്ങനെ പറയണേ, പുറത്ത് പോയാൽ പറയും, നിങ്ങൾ ഇവിടെ വന്നാൽ പറയും. അമ്മച്ചി ചോദിക്കണം അവളെ എന്താണ് കൊണ്ടുവന്നേന്ന്. എനിക്കറിയാം, അമ്മച്ചി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉപദേശിക്കാൻ അവനെ കെട്ടരുതട്ടോ. കാര്യത്തിൽ ഞാൻ അവന്റെ പിറന്ന് നിൽക്കും കേട്ടോ. നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ മാറാം, കാരണം എനിക്ക് തേപ്പ് കെട്ടി ശീലമുണ്ട്, അതുകൊണ്ടാണ്. തങ്കച്ചി ചേട്ടാ, എന്തോരം സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തേക്കണ. അല്ല റിനി, ഇനിയിപ്പോ ഒരു സാധ്യത ഇല്ലേ? ഇനിയിപ്പോ ഒരു ചാൻസ് ഇല്ല. റിനി നീ ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഒന്നും ആലോചിച്ചു. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അടുത്ത പ്രശ്നം, ഇല ഇട്ടിട്ട് ചോറില്ല എന്ന് പറയരുത്. പുള്ളിക്കൊക്കെ നാരങ്ങ മോഹിച്ചിരുന്ന എനിക്ക് ബിരിയാണി ഇട്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കി എന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് കൊണ്ടുപോകരുത്. പുള്ളിക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. എന്റെ കാടിക്കലത്തിൽ കിടക്കുന്ന സാധനം പോലും ഇപ്പൊ എതിരായിട്ട് നിൽക്കുക. അല്ല, അവന് വേണമെങ്കിൽ വേണമെങ്കിൽ മാറാം. ടീമേ ലുക്കിലൊക്കെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ടീമേ റിനി, ഇവിടെ ഒരു കരിക്കിരിക്കുമ്പോ നീ ഒരു കൊട്ട തേങ്ങയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ആലോചിച്ചിട്ട് ചെയ്യണം. ജപ്പാൻ കൂർക്കേ. റിനിക്ക് എന്തോ റിനി പറയട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇത് ചെസ് കളിയല്ല. അല്ലല്ല, അങ്ങനെ നമുക്ക് ആലോചിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ഞാന് അത് ഇവിടുന്ന് ഒഴിവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇനി ഇതിൽ തേയാനില്ല 6 വർഷം കൊണ്ട് കേട്ടാ. ഞാൻ അടുത്ത ഗെയിം ആകുമ്പോഴത്തേനും പറയാം. ഉത്തരം പറയാം. കണ്ട, ഗെയിമിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ ആളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ അടുത്ത എപ്പിസോഡിൽ വിളിച്ചില്ല എന്ത് ചെയ്യും? ഈ ഗെയിമിന് അവക്കൊന്ന് വിജയിക്കണമായിരുന്നു. ആർക്ക്? ഇവനോട് ഇങ്ങനെ കണ്ണെടുക്ക കാണിച്ചു. അവൻ പറഞ്ഞു ഞാൻ ചത്താലും ജയിക്കില്ല. ലക്ഷ്മി, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അത് ക്യാമറയിൽ കണ്ട ടെലികാസ്റ്റിംഗ് പറയും. ഞാൻ ആ ഭാഗത്തെ ചിന്തിച്ചില്ല, കാരണം എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ എന്നെ പിടിച്ച് എൻ്റെ കൈ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അത് തീരുമാനിക്കാം, പിന്നെ ആവട്ടെ എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പ് കുറവുണ്ട്. ശരി, എന്തായാലും അവരൊന്ന് ആലോചിക്കട്ടെ. കുട്ടിക്കളിയല്ല അല്ലേ? ലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എന്തിനാ ഇമോഷണൽ അവിടെ ഒന്ന് കൂളാവൂ. എനിക്ക് താല്പര്യമില്ല. ഇനി
എന്ത്? അതാണ് അതാണ് ഏ, അന്തസ്സ്. യ്യാ. അതാ അന്തസ്സ്. എന്റെ മുട്ട കൂടോത്ര ചാച്ചേ. തങ്കു എരുതിയിൽ എന്നോട് അനുല്ല, അനുല്ല. പറയട്ടെ. ആ കാര്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. 3 വർഷമായിട്ട് കൊണ്ടു നടക്കണേന്. മനസ്സിൽ മാത്രമല്ല. പൊതുവെ ആണുങ്ങ പെണ്ണുങ്ങളെ ചതിക്കണത്. അല്ല എങ്ങനെ തന്നെടെ, തന്നെടെ. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? പറയൂ അറിയാത്ത ഞാനിപ്പോ മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ടീം ഇട്ടിട്ട് പോവും. അതുകൊണ്ട് പോവേണ്ട ബൈ. ആ പൊളിഞ്ഞ് കംപ്ലീറ്റ് പൊളിഞ്ഞ്. ലൈഫ് നാടകം കളിക്കാനുള്ളതല്ല എന്നെ സംബന്ധിച്ച്. പിന്നെ പിന്നെന്താ പാട്ട് പാടാനുള്ളടാ. അടുത്ത തങ്കച്ചേരനാണ്ടാ എനിക്ക് കിട്ടിയപ്പോ. എനിക്ക് എപ്പോഴേ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്കച്ചനത് വിഷയമല്ല. ആകെപ്പാടെ ഇനി 25,000 കൂടെ ഉണ്ട്. അത് റിന്നി കൂടെ കൊണ്ടുപോട്ട്. ഇല്ലട്ടാ, ഈ മാസം ചേട്ടൻ പെൻഷൻ വരാനുണ്ട്, അതും കൂടെ എടുത്തോ. സംഗതി പൊളിഞ്ഞു. ഇനി നിന്റെ വാല തന്നെ തൂങ്ങിയാൽ നടക്കും. ബാക്കി കാലം എനിക്ക് വേണ്ട വേണ്ടേ? വേണ്ട. ഇന്ന് മുതൽ ആ മനുഷ്യൻ എന്റെ ശത്രുവാണ്.